നമസ്കാരം, ഞാൻ ഷാജി മഞ്ചരി. ക്രൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം. 2025 മെയ് 24 തമിഴ്നാട്ടിലെ ചെങ്കൽപ്പേട്ട പുലിപ്പാറ കോവിൽ ഗ്രാമം രാത്രി ഏകദേശം ഒരു 12 മണിയായി കാണും. ആ ഗ്രാമത്തിന്റെ വിജനമായ വഴിയിലൂടെ 3 പേർ ഒരു മോട്ടോർ ബൈക്കിൽ പോവുകയാണ്. മോട്ടോർ ബൈക്ക് ഓടിക്കുന്നത് ഏകദേശം 35 വയസ്സ് പ്രായമുള്ള മുരുകനാണ്. അതിൻ്റെ ഏറ്റവും പുറകിലായിട്ട് ഏകദേശം 55 വയസ്സുള്ള മറ്റൊരാളുണ്ട്. അയാളുടെ പേര് രവി എന്നാണ്. നടുക്ക് രണ്ടുപേരുടെയും നടുക്ക് ഇരിക്കുന്നയാള് ഏകദേശം 55 വയസ്സുള്ള ശങ്കർ എന്ന് പറയുന്ന ആളാണ്. ബൈക്ക് വിജനമായ ആ വഴിയിലൂടെ രാത്രിയിൽ മുന്നോട്ട് സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിച്ച് ആ ബൈക്ക് പുലാർ നദിയുടെ തീരത്തെത്തി. അവിടെ വലിയൊരു ശ്മശാനമുണ്ട്. അതിൻ്റെ തീരത്തെത്തി ആ ബൈക്ക് നിൽക്കുന്നു. 2024 മെയ് 25 പ്രഭാതം. ആളുകളൊക്കെ പ്രഭാത കൃത്യങ്ങളും മറ്റും നിർവഹിച്ചു കൊണ്ടിരിക്കുമ്പോൾ പുലാർ നദിയുടെ കരയിൽ ഒരു കൂട്ടം നായ്ക്കൾ ഉറക്കെ കുരയ്ക്കുകയും കുരച്ചുകൊണ്ട് കടിച്ചു വലിക്കുകയും ചെയ്യുന്നു. എന്താണ് എന്നറിയാനായിട്ട് ആളുകൾ ആ നദിക്കരയിലേക്ക് എത്തി നോക്കിയപ്പോൾ നായ്ക്കളുടെ വായിൽ മനുഷ്യന്റെ മാംസമാണ് ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കി. അതെന്താണെന്നറിയാനായിട്ട് വീണ്ടും മുന്നോട്ട് പോയപ്പോൾ കണ്ട ഞെട്ടിക്കുന്നൊരു കാഴ്ച, ഒരു ശവശരീരം ഉടല് മുഴുവൻ ഭൂമിയിലും ശിരസ് മാത്രം ഭൂമിക്ക് മുകളിലുമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആ ഗ്രാമത്തിലുള്ള ജനങ്ങളെല്ലാം ഞെട്ടിപ്പോവുകയാണ്. ആ ശിരസില് ആ മുഖം വികൃതമാണ്. ആരുടെ മുഖമാണ് എന്ന് ആർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല. സാധാരണ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ, ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ ഉടനെ ബന്ധപ്പെടുന്നത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലായിരിക്കും. അതനുസരിച്ച് ആ പുലാർപേട്ട ഗ്രാമത്തിനോട് ചേർന്നുള്ള ചെങ്കൽപ്പേട്ട പോലീസ് സംഘം സ്ഥലത്തെത്തി ദേഹപരിശോധനയൊക്കെ നടത്തി ഇൻക്വസ്റ്റ് ഒക്കെ തയ്യാറാക്കി. പക്ഷേ മുഖം വികൃതമായതുകൊണ്ട് ആരാണ് എന്ന് പോലീസിന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥർ ആ സ്ഥലത്ത് നിന്ന് ആരെയെങ്കിലും ഇതിനിടയ്ക്ക് കാണാതായിട്ടുണ്ടോ, അങ്ങനെയുള്ള മിസ്സിംഗ് കേസ് വല്ലതും തങ്ങളുടെ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചപ്പോൾ അത്തരം ഒരു കേസ് അല്ലെങ്കിൽ ആളെ മിസ് ചെയ്തിട്ടുള്ളൊരു കേസ് ആ പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇതനുസരിച്ച് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിലും ഗ്രാമങ്ങളിൽ നിന്നും ആരെങ്കിലും ഒക്കെ കാണാതായിട്ടുണ്ടോ എന്നുള്ള അന്വേഷണം പോലീസ് ശക്തമാക്കി. ആ ആളിനെ തിരിച്ചറിയാൻ പറ്റാത്തിടത്തോളം കാലം ചത്തതാര് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരവസ്ഥയിൽ പോലീസ് അന്വേഷണം സ്റ്റക്കായി നിൽക്കുകയാണ്. പെട്ടെന്നാണ് ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വിരലടയാളത്തിന്റെ സാധ്യതകളെ കുറിച്ച് ഒരു പോലീസുകാരൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ CI വിനോദോട് പറഞ്ഞു. അയാൾ അതനുസരിച്ച് ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത ആ വിരലടയാളം, മരിച്ചയാളുടെ വിരലടയാളം എടുക്കുകയും അത് വെച്ച് പരിശോധിച്ചപ്പോൾ തെളിഞ്ഞു വന്നത് ഏകദേശം 55 വയസ്സ് പ്രായമുള്ള ആ പുലാർപെട്ട കോവിൽ ഗ്രാമത്തിൽ താമസിക്കുന്ന ശങ്കർ എന്ന ആളിന്റെ വിരലടയാളമായിരുന്നു അത്. അപ്പൊ മരിച്ചത് ശങ്കർ ആണ് എന്ന് തിരിച്ചറിയുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സംഘം നേരെ ശങ്കറിന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ശങ്കറിന്റെ വീട്ടിൽ താമസിക്കുന്നത് ശങ്കറിന്റെ മകൻ മുരുകനും അദ്ദേഹത്തിന്റെ ഭാര്യ അമൃതയുമാണ്. മുരുകൻ ഏകദേശം 35 വയസ്സും അമൃതയ്ക്ക് ഏകദേശം ഒരു 30 വയസ്സുമാണ്. കാണാൻ സുന്ദരിയായിട്ടുള്ള മരുമകൾ അമൃത, മകൻ മുരുകൻ. അവിടെ വെച്ച് അവർ ചെന്ന ഉടൻ തന്നെ പോലീസുകാര് അച്ഛനെ കാണാനില്ലാതായത് കൊണ്ട് പരാതി എന്തുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാത്തത് എന്ന് ചോദിക്കുന്നു. പക്ഷേ ആ സന്ദർഭത്തില് ആ മകൻ വളരെ നിസ്സംഗമായിട്ടാണ് അതിന് മറുപടി കൊടുക്കുന്നത്. സാധാരണയായിട്ട് അച്ഛൻ മദ്യപിച്ച് നടക്കുന്നയാളാണെന്നും ചിലപ്പോൾ വീട്ടിൽ നിന്ന് പോയാൽ 1-2 ആഴ്ചകൾ കഴിഞ്ഞാണ് വരുന്നതെന്നും അതുകൊണ്ട് തന്നെ അച്ഛൻ
അങ്ങനെ എന്തെങ്കിലും യാത്രയിലായിരിക്കും എന്നാണ് ഞങ്ങൾ കരുതിയതെന്നും വളരെ നിസ്സംഗമായിട്ട് മുരുകൻ മറുപടി പറയുന്നു. അത് കേട്ട ഉടനെ പോലീസുകാർ ചോദിക്കുന്നു, ഇദ്ദേഹത്തിന് മറ്റു ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ? ഭാര്യ മരിച്ചുപോയി എന്ന് മകൻ പറയുന്നു. അമ്മ മരിച്ചുപോയി. അമ്മ മരിച്ചിട്ട് കുറച്ചു നാളായി. അച്ഛൻ ഈ വീട്ടിലാണ് താമസിക്കുന്നത്. അച്ഛൻ ഒരു മദ്യപാനിയാണ്. മദ്യപാനിയായ അച്ഛനാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്ന സന്ദർഭത്തിലൊക്കെ സി എ ദിനേശന്റെ പ്രത്യേകത, അദ്ദേഹം ഈ പെൺകുട്ടിയെ, അതായത് മുരുകന്റെ ഭാര്യയെ ഇങ്ങനെ സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആ പെൺകുട്ടി ഭയചകിതയാവുന്നതും എന്തൊക്കെയോ മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നതും അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം പെട്ടെന്ന് തന്നെ രണ്ടുപേരെയും പോലീസ് വാനിൽ കയറ്റി നേരെ ചെങ്കൽപ്പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ എത്തി പോലീസിന്റെ മുറിയിൽ പതുക്കെ ചോദ്യങ്ങൾ ആരംഭിച്ചു. അങ്ങനെ ചോദ്യങ്ങൾ ആരംഭിച്ചപ്പോൾ മുരുകൻ താൻ പറഞ്ഞ മറുപടിയിൽ തന്നെ അങ്ങനെ ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ അമുതയ്ക്ക് വളരെ നേരം പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അമുത, എന്താണ് ഉണ്ടായത് എന്ന് ആ പോലീസുകാരനോട് പറഞ്ഞു. അമുത കാണാൻ സുന്ദരിയായ 30 വയസ്സുകാരിയായ അമുത ആ വീട്ടിൽ താമസിക്കുമ്പോൾ തൻ്റെ ഭർത്താവിൻ്റെ അച്ഛൻ, ഏകദേശം 55 വയസ്സുള്ള ഭാര്യ മരിച്ചുപോയ ശങ്കറിന് തോന്നാൻ പറ്റാത്ത ഒരു വികാരം മരുമകളോട് തോന്നുകയാണ്. ആ പെൺകുട്ടി പല രൂപത്തിലെ പ്രതിഷേധിച്ചെങ്കിലും അതിൽ നിന്ന് മദ്യപാനിയായ ശങ്കർ പിന്മാറുന്നില്ല. എന്നാൽ ഈ വിവരം ഭർത്താവിനോട് പറഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന ഒരു ഭയവും അമതയ്ക്കുണ്ട്. അവൾ ഇതാരോടും പറയാതെ അമ്മായി അച്ഛന്റെ ഈ കാമ കേളി എങ്ങനെ തടയും എന്നറിയാതെ വിഹൽവയായി പേടിച്ച് ഭയന്നാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. ഭർത്താവ് ജോലിക്ക് പോകുമ്പോൾ അമ്മായി അച്ഛന്റെ ആ ഇടപെടലും ആക്രമണവും അവൾ ഏത് നിമിഷവും പ്രതീക്ഷിച്ചുകൊണ്ട് ഭയത്തോടു കൂടിയാണ് താമസിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ജോലി കഴിഞ്ഞ് മുരുകൻ വരുമ്പോൾ കാണുന്ന കാഴ്ച തന്റെ ഭാര്യയെ തന്റെ അച്ഛൻ ആക്രമിക്കുന്ന രംഗമാണ്. മുരുകന് തന്റെ വികാരത്തെ നിയന്ത്രിക്കാനായില്ല. കയ്യിൽ കെട്ടിയ കരിങ്കല്ലുകൊണ്ട് അച്ഛന്റെ ശിരസ് നോക്കി അടിക്കുകയാണ്. അങ്ങനെ ശിരസ് നോക്കി ഒരു ഒറ്റടിയടിച്ചു. ആ അടിയിൽ അച്ഛൻ താഴേക്ക് വീണ് അവിടെ കിടന്ന് തല പൊട്ടി മരിച്ചു. ഉടൻ തന്നെ മരിച്ചു എന്ന് ബോധ്യമായപ്പോൾ ഈ ശവം മറവ് ചെയ്യണം. അതിനെന്താണ് വഴി? ഉടൻ തന്നെ ഈ മുരുകൻ ചെയ്തത് തൻ്റെ ഭാര്യയായ അമൃതയുടെ അച്ഛനെ വിളിച്ചു, കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ചു. അയാൾക്കും ഈ സംഭവം കേട്ടപ്പോൾ തൻ്റെ മകന്റെ അച്ഛൻ ആക്രമിക്കുന്നു എന്ന് കേട്ടപ്പോൾ അയാൾക്കും ദേഷ്യമടക്കാനായില്ല. ഏതായാലും മരിച്ചല്ലോ, ശവം ആരും അറിയാതെ അടക്കം ചെയ്യാം. അങ്ങനെ അടക്കം ചെയ്യാനാണ് മെയ് 24 രാത്രിയിൽ നമ്മൾ ആദ്യം കണ്ട കാഴ്ച. ഒരു ബൈക്കില് മുരുകൻ ബൈക്ക് ഓടിക്കുന്നു. പുറകിൽ ഈ ശവമായിട്ടുള്ളയാളെ മരിക്കാത്ത ഒരാൾ ഇരിക്കുന്ന പോലെ ഇരുത്തി നേരെ അതിന്റെ പുറകിലായിട്ട് രവിയും കയറി ഈ ബൈക്ക് യാത്ര അങ്ങ് പോവുകയാണ്. ബൈക്ക് യാത്ര പാലാർ നദിയുടെ കരയിലെത്തി. അവിടെ ഇങ്ങനെ ശവം മറവ് ചെയ്യുന്ന പരിപാടിയുണ്ട്. ശ്മശാനം അതിനോട് ചേർന്നുണ്ട്. അങ്ങനെ ശവം മറവ് ചെയ്യുവാൻ വേണ്ടിയിട്ട് കുഴിയെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ആരോ അതിലെ ദൂരെ അങ്ങോട്ട് വരുന്നത് പോലെ അവർക്ക് തോന്നി. പെട്ടെന്ന് തന്നെ അവർ രണ്ടുപേരും കൂടെ ഈ ശവം നേരെ ആ കുഴിയിലേക്കിട്ട് മണ്ണിട്ട് മൂടുകയാണ്. മണ്ണിട്ട് മൂടിയപ്പോൾ ശക്തമായ മണ്ണിട്ട് നന്നായിട്ട് മൂടാൻ പറ്റാത്തത് കൊണ്ട് തലയുടെ ഭാഗം, കുറച്ച് ഭാഗം പുറത്ത് നിൽക്കുകയാണ്. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴാണ് ഈ നായ്ക്കൾ ആഹാരം തേടി ചെല്ലുമ്പോൾ തലയുടെ ഭാഗം കാണുകയും ആ തല കടിച്ചു പറിക്കുകയും കടിച്ചു പുറത്താക്കുകയും ചെയ്തു. അങ്ങനെ ആ മൃതശരീരം മറ്റാളുകൾ കാണുകയും അങ്ങനെ ആ ഒരു കൊലപാതകം പോലീസിന്റെ അന്വേഷണത്തിന്റെ ഫലമായി തെളിയുകയും ചെയ്തു. ഏതായാലും ഇത്തരത്തിലുള്ള കൊലപാതകം നടത്തുക എന്ന് പറയുന്നത്, അതിന്റെ സാഹചര്യങ്ങൾ എന്തായാലും ഒരു ക്രൈം എന്ന് പറയുന്നത് എപ്പോഴും ക്രൈം തന്നെയാണ്. സാഹചര്യങ്ങൾ പല രൂപത്തിലും പല ഭാവത്തിൽ വരാം. പക്ഷേ കൊലപാതകം എന്നും കൊലപാതകം തന്നെയാണ്. അത് എത്ര മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ പുറത്തേക്ക് വരുമെന്നുള്ളതിന്റെ ഒരു സാക്ഷ്യം കൂടെയാണ് ചെങ്കൽപ്പേട്ട പുലിയാർകോവിൽ ഗ്രാമത്തിൽ നടന്ന ഈ ശങ്കറിന്റെ കൊലപാതകം. ഒരു ക്രൈം സ്റ്റോറി എന്നുള്ള നിലയിൽ ഈ സംഭവം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഇതിന്റെ പിന്നിലെ അന്വേഷണവും ഈ ക്രൈമിനെ എങ്ങനെയാണ് ആളുകൾ നോക്കിക്കാണുന്നതും എന്നുകൂടി തിരിച്ചറിയേണ്ടതുണ്ട്. ഒരാളെയും കൊല്ലുവാനുള്ള അവകാശം ആർക്കുമില്ല എന്നൊരു തിരിച്ചറിവുണ്ട്. നിയമത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുകയാണ് ചെയ്യേണ്ടത്.
നിയമം അനുശാസിക്കുന്ന വഴിയിലൂടെ ഏതൊരു ക്രൈമിനെയും തരണം ചെയ്യുവാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന, നിയമസംഹിതയിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ലോകമായിട്ട് നമുക്ക് മാറുവാൻ കഴിയണം. ഏതായാലും ക്രൈം സ്റ്റോറിയിൽ വീണ്ടും ഒരു സംഭവവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.